കോപ്പർ ബോട്ടിലിൽ വെള്ളം കുടിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കണം. ധാരാളം ആളുകളുണ്ടല്ലോ ഹെൽത്തി ആണെന്ന് വിചാരിച്ചിട്ട് ദിവസം മുഴുവനും 2-3 ലിറ്റർ ഒക്കെ കോപ്പർ ബോട്ടിലിൽ ഇങ്ങനെ വെള്ളം നിറച്ച് കുടിക്കുന്ന കുറെ ആൾക്കാരെ കാണാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ വെള്ളം നിങ്ങൾക്ക് വിഷമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കോപ്പർ ബോട്ടിൽ ഇങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ജീരകമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം നിറച്ച് വെക്കാതിരിക്കാനായിട്ട് നോക്കണം. കാരണം അസിഡിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കോപ്പർ പാത്രത്തിൽ ഇടുമ്പോൾ അതിലത്തെ ടോക്സിൻസ് റിലീസ് ആകാനും അത് നമ്മുടെ ശരീരത്തിൽ കുറച്ചൊന്ന് ഹാംഫുൾ ആക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നിങ്ങൾ തിളച്ച വെള്ളം കോപ്പർ പാത്രത്തിൽ ഒഴിക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കോപ്പറിലെ മെറ്റൽസ് കുറച്ചും കൂടി വെള്ളത്തിൽ റിലീസ് ആയിട്ട് അതും നമ്മുടെ ശരീരത്തിൽ ഹാംഫുൾ ആക്കും. ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ വേണ്ട കോപ്പറിന്റെ അളവ് എന്ന് പറഞ്ഞിട്ട് 0.9 മില്ലിഗ്രാം അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ തിളപ്പിച്ച് വെള്ളമൊക്കെ അതിൽ ഒഴിക്കുമ്പോൾ എന്താ ഉണ്ടാകുക, കോപ്പറിന്റെ കണ്ടന്റ് അതിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അത് നിങ്ങളിങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് കൂടുതലായിട്ടാണ് മാറുക. മെറ്റൽസ് വളരെയധികം കൂടുതലാകും. അത് നമുക്ക് കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് കാര്യം കൂടിയാണ്. അത് നിങ്ങൾ ദിവസവും ചെയ്തു വരികയാണെങ്കിൽ കുറച്ചും കൂടി ഹാർംഫുൾ ആയിരിക്കും. ഇനി മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രാവലിംഗ് ബോട്ടിൽ അല്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കോപ്പറിന്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അളവാണ്. നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു 1-2 ഗ്ലാസ് കോപ്പറിന്റെ വെള്ളം കുടിച്ചാൽ തന്നെ മതി, അത്രയും മതി. കൂടുതലായിട്ട് നിങ്ങൾ കുടിക്കാതിരിക്കുക. ഇനി അവസാനമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് കോപ്പറിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളും അല്ലെങ്കിൽ ബോട്ടിലും നന്നായിട്ട് ക്ലീൻ ആയിട്ട് കഴുകാനായിട്ട് കൂടി നോക്കുക. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിനുള്ളൊരു പച്ച കളറ് ഇതിന്റെ ഉള്ളിലായിട്ട്. അതെന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ മൂലമാണ് ഇത്തരത്തിലുള്ള കളറൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ കഴുകാതെ നന്നായിട്ട് തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കായിട്ടും അറിവിനായിട്ടും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കോപ്പറിന്റെ ബോട്ടിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സ്റ്റേ ഹെൽത്തി.